കൃത്യം ഒരു വർഷം മുമ്പ് കലണ്ടറിലെ ആ ദിനം കറുത്ത ലിപിയിൽ എഴുതപ്പെട്ട ഒരു അധ്യായമായിരുന്നു. കേരളത്തെ ഒന്നാകെ നനച്ചു കുതിർത്തുകൊണ്ട് മഴ തിമിർത്തു പെയ്യുകയാണ്. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ശക്തി കുറഞ്ഞുവെങ്കിലും വയനാടിന്റെ മലയോരങ്ങളിൽ മഴയ്ക്ക് ശമനമുണ്ടായിരുന്നില്ല. ഏകദേശം ഒരു ദിവസത്തോളമായി നിർത്താതെ പെയ്യുന്നു. പുഴകളും തോടുകളും കര കവിഞ്ഞൊഴുകി. മണ്ണിടിച്ചിലുകൾ പതിവായ കാഴ്ചയായി മാറി. എന്നാൽ പിറ്റേ ദിവസം പുലർച്ചെ മലയാളികൾ ഒന്നടങ്കം ഉണരുന്നത് ഒരു ദുരന്ത വാർത്ത കേട്ടുകൊണ്ടാണ്. വയനാട്ടിലെ മുണ്ടക്കൈയിലും ചൂരൽമലയിലും ഉരുൾപൊട്ടലുണ്ടായിരിക്കുന്നു. നിരവധി വീടുകൾ ഒലിച്ചുപോയി. ഒരു ഗ്രാമം തന്നെ കാണാതായി. ആളുകളെ കാണാനില്ല. കേൾക്കുമ്പോൾ തന്നെ ഒരു വിങ്ങൽ വരുന്നുണ്ട് അല്ലേ? പക്ഷെ നമ്മൾ ഇതൊക്കെ പെട്ടെന്ന് മറക്കുമല്ലോ. ഓർത്താൽ പിന്നെ നമുക്ക് ഉറക്കം വരില്ലല്ലോ. അങ്ങനെ ആ ദുരന്ത മുഖത്തേക്ക് നമ്മുടെ അധികാരികൾ പാഞ്ഞെത്തി. പതിവ് പോലെ വാഗ്ദാനങ്ങൾ വാരിക്കോരി നൽകി. ഒരൊറ്റ മനുഷ്യനും തെരുവിൽ കിടക്കില്ല, എല്ലാവർക്കും പുനരധിവാസം എന്നൊക്കെ കേട്ടപ്പോൾ കഷ്ടപ്പെടുന്നവർക്ക് കുറച്ചെങ്കിലും ആശ്വാസമായി. എല്ലാം നഷ്ടപ്പെട്ടവന് അതെല്ലാം ഒരു പ്രതീക്ഷയായിരുന്നു. പ്രതിപക്ഷവും ജനങ്ങളും ശബ്ദമുയർത്തി. എവിടെ പുനരധിവാസം? എവിടെ സഹായം? എവിടെ? പക്ഷേ നമ്മുടെ സർക്കാരിന് തിരക്കായിരുന്നു. ദുരിതാശ്വാസ നിധിയിലേക്ക് ഒഴുകിയെത്തിയ കോടികൾ എണ്ണിത്തിട്ടപ്പെടുത്താനും പുതിയ പദ്ധതികൾ ആലോചിക്കാനും ഒക്കെ സമയം വേണ്ടേ? ജനങ്ങൾ ക്ഷമയോടെ കാത്തിരുന്നു. 1 മാസം, 3 മാസം, 6 മാസം, 1 വർഷം. ആഹാ, നമ്മുടെ ജനങ്ങളെ സമ്മതിക്കണം. ക്ഷമയുടെ കാര്യത്തിൽ ഇവരെ തോൽപ്പിക്കാനായി ആരുണ്ട്? 1 വർഷം കഴിഞ്ഞിട്ടും ദുരിതബാധിതർക്ക് കാര്യമായൊന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞ് വിമർശനങ്ങൾ ശക്തിപ്പെട്ടപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഒരു ഉൾവിളി ഉണ്ടായി. അത് വെറും ഒരു ഉൾവിളി ആയിരുന്നില്ല, ഒരു തിരഞ്ഞെടുപ്പ് ഉൾവിളിയായിരുന്നു. ദാ വരുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. അതും കുറെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളുമായിട്ട്. 3,98,00,000 രൂപ വീട്ടുവാടക ഇനത്തിൽ ചിലവഴിച്ചു. ജീവനോപാധിക്കായി 9,07,00,000 രൂപ. മഹാകാവ്യം. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് 10 ലക്ഷം, 5 ലക്ഷം വീതം. എത്ര മഹത്തായ പ്രവൃത്തികളാണ്! ഈ കണക്കുകൾ കേട്ടാൽ ആരും അന്തം വിട്ടുപോകും. അപ്പോ എന്റെ ഒരു ചോദ്യം, ഈ കണക്കുകളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നല്ലേ? ഈ പൈസയൊക്കെ നേരത്തെ ചിലവഴിച്ചതല്ലേ? അതോ ഇത്രയും നാൾ ഒരു പെട്ടിയിൽ സൂക്ഷിച്ചിട്ട് തിരഞ്ഞെടുപ്പ് എന്നൊരു ബമ്പർ സമ്മാനം അടുത്തപ്പോൾ അത് പുറത്തെടുത്ത് ഇതാ ഞങ്ങളുടെ കണക്കുകൾ എന്ന് പറഞ്ഞ് പുട്ടിന് പീരിയിടുന്നത് പോലെ നിരത്തുകയാണോ? ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേറെ വഴിയില്ലേ സാറേ? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 770 കോടി രൂപ കിട്ടിയെന്ന്, അതിൽ നിന്നും 91 കോടി രൂപയെ ചിലവഴിച്ചിട്ടുള്ളൂ എന്ന്, ബാക്കി 679 കോടി രൂപ എവിടെ പോയി? ആഹാ, അതൊരു ചോദ്യമല്ലേ അല്ല. ആ പണം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് വരാനിരിക്കുന്ന പദ്ധതികൾക്കുള്ളതാണ് എന്ന് പറഞ്ഞ് നമുക്ക് ഒരു കഞ്ഞിയും തന്ന് നമ്മൾ പറഞ്ഞു വിടും. ഈ അഴിമതിയും കെടുകാര്യസ്ഥതയും ഒക്കെ കണ്ടു മടുത്തു. ജനങ്ങൾ കഷ്ടപ്പെടുമ്പോൾ പണം ഒരു രഹസ്യ അക്കൗണ്ടിൽ സൂക്ഷിക്കുന്നത് എന്തിനാണ്? ഇതാണോ ഇടതുപക്ഷ സർക്കാർ ജനങ്ങളോട് കാണിക്കുന്ന കരുതൽ, വികസനത്തിന്റെ വിളംബരം? പക്ഷേ അതേ വികസനം ഒരു ടൗൺഷിപ്പ് വരുന്നുണ്ടത്രേ. 410 റെസിഡൻഷ്യൽ യൂണിറ്റുകൾ, പൊതു കെട്ടിടങ്ങൾ, റോഡുകൾ, വെള്ളം, കറണ്ട് എല്ലാം കേൾക്കുമ്പോൾ തന്നെ ഒരു അമേരിക്കൻ സ്വപ്നം പോലെ തോന്നുന്നു. പക്ഷേ അതിന്റെ പണി ഇപ്പോൾ നടന്നു വരുന്നേ ഉള്ളൂ. ഈ പണി ഇപ്പോൾ നടന്നാൽ പോരായിരുന്നു, പണ്ടേ തുടങ്ങേണ്ടതായിരുന്നില്ലേ? 1 വർഷം മുമ്പേ തുടങ്ങിയിരുന്നുവെങ്കിൽ ഇപ്പോൾ ആളുകൾക്ക് സ്വന്തമായി ഒരു വീട് കിട്ടിയേനെ. അപ്പോൾ 1 വർഷം കാത്തിരുന്ന് ഇപ്പൊ പണിയാൻ തുടങ്ങുന്നതിൽ എന്ത് കാര്യമാണുള്ളത്? ദുരിതബാധിതർ താൽക്കാലിക ഷെൽട്ടറുകളിൽ കഴിയുമ്പോൾ ഈ വികസനം എപ്പോഴാണ് അവരിലേക്ക് എത്തുക? അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോഴോ? പുനരധിവാസം മികച്ച രീതിയിൽ പൂർത്തീകരിക്കാൻ വിട്ടുവീഴ്ചയില്ലാത്ത പ്രവർത്തനങ്ങളുമായി ഒറ്റക്കെട്ടായി നമുക്ക് മുന്നോട്ട് പോകാം. ആഹാ, എന്ത് മനോഹരമായ വാക്കുകൾ! 1 വർഷം മുമ്പ് ഈ വാചകങ്ങൾ കേട്ടിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആളുകൾക്ക് കുറച്ചെങ്കിലും ആശ്വാസം കിട്ടിയേനെ. എന്തായാലും ഈ കണക്കുകൾ കണ്ട് ആരും ഞെട്ടണ്ട. ഇതൊരു തിരഞ്ഞെടുപ്പ് കാലമല്ലേ? ഇങ്ങനെയുള്ള പല അത്ഭുതങ്ങളും ഇനിയും നമ്മൾ കാണാൻ കിടക്കുന്നേ ഉള്ളൂ. അപ്പോ നാണമില്ലേ ഈ കണക്കുകൾ ഇപ്പോൾ ഇങ്ങനെ പൊക്കിപ്പിടിച്ച് കാണിക്കാൻ എന്ന് ചോദിച്ചാൽ അതിനൊരു മറുപടി തരേണ്ടത് അവരാണ്. നമുക്കൊരു കൈയടിച്ച് വിടാം. അപ്പോൾ മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്ക് ലഭിച്ച നീതിയെക്കുറിച്ചും സർക്കാരിന്റെ കണക്കിലെ കളികളെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? ഈ സഹായം സത്യസന്ധമായിരുന്നോ അതോ വെറും തിരഞ്ഞെടുപ്പ് തട്ടിപ്പാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി.